നമ്മൾ ഇതുവരെ ബഹിരംഗ യോഗത്തിന്റെ കർമ്മ തലങ്ങളെ വെച്ച് അതിന്റെ സ്വരൂപമാണ് കണ്ടത്. കർമ്മത്തിന്റെ സ്വരൂപം ആണ് നമ്മൾ ഏതാണ്ട് കണ്ടത്. കർമ്മസ്വരൂപം ഇത്രയും വിസ്തൃതമാകുന്നു നമ്മിൽ. ഇതിൽ ഒരിടത്തു പോലും നമുക്ക് നിയന്ത്രണമില്ലാതാകുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫ്രീ വിൽ. പക്ഷെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നാം ധരിച്ചു വശാകുന്നത് നമുക്ക് നിയന്ത്രണമുണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു സങ്കല്പമോ കാമമോ രണ്ടും സ്ഥൂലമല്ല സൂക്ഷ്മമായി ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ, സൂക്ഷ്മമായ സങ്കല്പവും കാമവും വിഷയത്തിന്മേൽ പതിച്ചു കഴിഞ്ഞാൽ, വിഷയം നമ്മെ ബന്ധിച്ച് അടിമയാക്കി കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെയെല്ലാം പൂർണ്ണ നിയന്ത്രണം ബാഹ്യമായ വിഷയത്തിന്മേലുള്ള നമ്മുടെ കാമം ഏറ്റെടുക്കുകയും വെറും ഒരടിമയെപ്പോലെ നാം മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് സ്വന്തം കഴിവിനെക്കുറിച്ചും സ്വന്തം ചിന്തയുടെ ബലത്തെക്കുറിച്ചും സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും സ്വയം എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുമെല്ലാം നാം പലപ്പോഴും അഭിമാനിക്കുന്നു. വിസ്തൃതമായി ഈ സ്വരൂപമൊന്ന് കണ്ടാൽ വിനയാന്വിതനായി എനിക്കൊന്നും ആവതില്ലെന്നും എന്റെ തീരുമാനങ്ങൾക്ക് മേൽ നിസാരങ്ങളായ വിഷയങ്ങൾ പോലും നിഴൽ പരത്തുമെന്നും അതുകൊണ്ട് ഒരു ഭാഗ്യം, ഒരു ഈശ്വര അനുഗ്രഹം, ഒരു പ്രകൃതിയുടെ കാരുണ്യം എന്റെ സ്വച്ഛ സുഭഗമായ ജീവിതത്തിന് അനിവാര്യമാണെന്നും ബോധ്യമുണ്ടാവും. ഈ ബോധ്യം വന്ന മനസ്സ് ലളിതമാകുമ്പോൾ വിഷയങ്ങളിൽ നിന്ന് വിട്ട് അയാളുടെ മനസ്സ് ജിജ്ഞാസുവായിത്തീരും. ഈ സ്വരൂപം നല്ലപോലെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ജിജ്ഞാസ ഉളവാകൂ. അല്ലാത്തതൊന്നും ജിജ്ഞാസയല്ല. മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ ഇതും കുറച്ചറിയാം. അല്ലെ, ജീവിതം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ സ്വരൂപതലം. ഇനി ഇതിന്റെ ഫലചിന്തനവും കൂടി ചേർത്ത് വെച്ചാൽ ഫലം വിഷയേന്ദ്രിയ വ്യാപാരം ഏതൊരു കർമ്മമേഖലയിലേക്കും മാനസികമായോ വാചികമായോ കായികമായോ കൊണ്ടുപോകുമ്പോൾ കായികം, വാചികം, മാനസികം എന്ന് 3 തരത്തിൽ കർമ്മങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ ഫലം സങ്കല്പവേളയിൽ രൂപപ്പെടുന്നത് പോലെ നിലനിർത്തുവാൻ കർത്താവിന് സാധിക്കുമോ? കർമ്മവും അതിന്റെ ഫലവും ചെയ്യുന്നവന്റെ നിയന്ത്രണത്തിൽ എന്നെങ്കിലും പെട്ടിട്ടുണ്ടോ? എപ്പോൾ പെടും?
ഒന്നുകൂടെ ചിന്തിച്ചാലാണ് കർമ്മത്തിന്റെ ഗഹനതയും മനസ്സിലാവുക. ഏത് കർമ്മവും എടുത്തു, ബഹിരംഗ സാധനയുടെ സ്വരൂപം കഴിഞ്ഞ് ബഹിരംഗ സാധനയുടെ ഫലത്തിലേക്ക് പോകുമ്പോൾ ബഹിരംഗ സാധന കർമ്മകലാപങ്ങളായ നിലകൊള്ളുന്നത്. ഫലചിന്തനത്തിൽ ഭഗവത്ഗീത പറയുക, അധിഷ്ഠാനം, കർത്താവ്, ഇന്ദ്രിയ അന്തഃകരണങ്ങൾ, ചേഷ്ടകൾ, ദൈവം. ഈ 5 ഫലത്തെ സ്വാധീനിക്കുന്നുവെന്നാണ്. സാഖ്യന്മാർ പറയുക, കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടം, ഇങ്ങനെ 5 പങ്കെടുക്കുന്നു. സിദ്ധാന്തങ്ങൾ ഒഴിക്കട്ടെ തൽക്കാലം. നാം ഒട്ടേറെ കർമ്മം ചെയ്ത് കഴിഞ്ഞവരാണ്. കർമ്മത്തിന്റെ ഫലം എത്ര കർമ്മങ്ങളിൽ അതിനുപയോഗിച്ച ദ്രവ്യങ്ങളെ വികലമാക്കാതിരുന്നിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, കർമ്മം ചെയ്യുന്നതിന് ആശിച്ചപ്പോൾ സങ്കൽപ്പിച്ചവ എഴുതി വച്ചിരുന്നു എങ്കിൽ, ആ ഒരു പദം പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കരുതെന്ന് സാരം. എഴുതി വച്ചിരുന്നുവെങ്കിൽ എത്ര കർമ്മങ്ങളിൽ അതിന്റെ ഫലം ആ സങ്കല്പവേളയിലെ ഫലത്തിന് സമമായി ഉണ്ടായിട്ടുണ്ട്. ഏത് കർമ്മത്തിന്റെ സങ്കല്പത്തോടൊപ്പവും സങ്കല്പിച്ച ഫലത്തിലൂന്നി നീങ്ങിയപ്പോൾ അതിനൊപ്പം നിന്ന് എത്ര ആളുകളെ കർമ്മത്തിനു മുമ്പുള്ളതിനേക്കാൾ പാരസ്പര്യത്തിലേക്ക് കൂട്ടാൻ കഴിഞ്ഞു. കർമ്മഫലം വെളിപ്പെടുന്നതിന് മുമ്പ്, കർമ്മം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന മനസ്സ് കർമ്മഫലത്തോടെ എത്ര ജാഗ്രതയും ആനന്ദവും സൗകുമാര്യതയും ഉള്ളതായി വികസിച്ചു. കർമ്മവും കർമ്മഫലവും നമ്മുടെ യൗവനയുക്തമായ പ്രസരിപ്പിനെ നിലനിർത്തിയോ അകാലമായൊരു വാർദ്ധക്യത്തെ പ്രദാനം ചെയ്തുവോ? കർമ്മവും കർമ്മഫലവും വരാനിരിക്കുന്ന തലമുറകളിൽ അനൃത പരമ്പരകളെ തീർത്തുവോ അവരെ സത്യത്തിലേക്ക് നയിച്ചുവോ? താദൃശമായ എന്റെ കർമ്മവും കർമ്മഫലവും പ്രകൃതിയുടെ സ്വച്ഛന്തമായ താളക്രമങ്ങളെ ഹനിച്ചുവോ? ഇവയിൽ ഓരോന്നും
വേറൊന്നിന് വഴിമാറിക്കൊടുത്ത് കുറഞ്ഞത് വലുതിനെ സഹായിച്ചുവോ? അതല്ല, കുറഞ്ഞതിനു വേണ്ടി വലുത് പലതും ഭൂമിച്ചുവോ? വലുതും കുറഞ്ഞതും എന്നത് ധാർമ്മിക തലത്തിൽ. ഇത്രയും ചോദ്യങ്ങൾ വരുന്നതാണ് ഫലചിന്തനം. എന്റെ അച്ഛന്റെ, എന്റെ അമ്മയുടെ, എന്റെ അപ്പൂപ്പന്റെ, എന്റെ നേതാവിന്റെ, എന്റെ അനുയായിയുടെ കർമ്മരംഗവും അതിന്റെ ഫലചിന്തനവും വച്ച് ആത്മാർത്ഥമായി അപഗ്രഹിക്കാവുന്നൊരു വിദ്യാഭ്യാസവും അറിവും എനിക്ക് കിട്ടിയാൽ ഞാൻ അവർ ചെയ്തത് തന്നെ തുടരുന്ന വിധത്തിൽ അനുകരണീയമാണോ ആധുനികന്റെ ശാസ്ത്ര സാങ്കേതിക പഠിപ്പുള്ള കർമ്മരംഗങ്ങൾ? അതല്ല വലിച്ചെറിയും വിധത്തിൽ വികലമായിരിക്കുമോ? പരമ്പരയാ എന്റെ അച്ഛനും അമ്മയും നൂറ്റാണ്ടുകളിലൂടെ വിഷയങ്ങളും കർമ്മങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും പ്രകൃതിയും സമസൃഷ്ടങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ കർമ്മത്തിന്റെ പരമ്പരയാണ് എന്റെ രണ്ടാമത്തെ ആത്മാവായ ഈ പ്രപഞ്ചമെങ്കിൽ ആ കർമ്മങ്ങളും ഫലങ്ങളും എന്റെ രണ്ടാമത്തെ ആത്മാവായ പ്രപഞ്ചത്തെ പുൽകുവാനും ഇനിയും എന്റെ ജന്മങ്ങൾ സാർത്ഥകങ്ങളാക്കുവാനും എത്രയെത്ര ജന്മങ്ങൾ ഉണ്ടായാലും ഈ ഭൂമി എന്റെ സന്തോഷത്തിന്റെയും എന്റെ ആനന്ദത്തിന്റെയും പ്രതീകമാണെന്ന് വിശ്വസിക്കുവാനും അത് എനിക്ക് മോക്ഷതമാണെന്ന് തീരുമാനിക്കുവാനും ഇത്രയും ആനന്ദകരമായ ഒന്ന് വേറെ ഇല്ല എന്ന് സമാധാനിക്കുവാനും പാകത്തിന് എന്റെ അറിവിൽ ഇവ നിലകൊള്ളുന്നുണ്ടോ? എന്റെ പൂർവികരെ, എനിക്ക് മുമ്പേ കർമ്മം ചെയ്ത് കടന്നുപോയവരെ, ഞാൻ ആശ്രയിക്കുന്ന നേതൃമന്യന്മാരെ, ഞാൻ വിശ്വസിക്കുന്ന ആചാര്യവര്യന്മാരെ, ഞാൻ കാണുന്ന അച്ഛനമ്മമാരെ, ഞാൻ കാണുന്ന പരമ്പരകളെ അവലംബിച്ച് കർമ്മഭൂവിനെ അതിന്റെ ഹേതുവിലും ഫലത്തിലും സ്വരൂപത്തിലും അപഗ്രഥിച്ച് ചിന്തിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാനന്ദമുണ്ടാവുകയും ജീവിതം സാർത്ഥകമാവുകയും ഇത് അനുകരണീയമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടോ? അതല്ല, ഇതൊരിക്കലും അനുകരണീയമല്ലാത്ത, ഇത് തട്ടിയുടച്ച് പുതിയൊരു വിശ്വമുണ്ടാക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങേണ്ടതാണെന്ന ഒരു വേവലാതിയും വെപ്രാളവും ഓരോ യുവത്വത്തിലും സംജാതമാകുന്നുവോ? അതല്ല, ഇതോ അതോ ശരിയെന്നറിയാത്ത വിധത്തിൽ ഇത്ര സങ്കീർണമായ ലോകത്ത് എന്തിനു ജീവിക്കണമെന്നോർത്ത് ആന്തരികമായ ഏകാന്തതയിലെല്ലാം ഒരാത്മഹത്യ പ്രവണത എന്റെ അന്തരംഗങ്ങളിൽ കുടികൊള്ളുന്നുവോ? ഇത്രയും കണ്ടിട്ട് വേണം നല്ല ചിന്തിക്കുവാൻ. എല്ലാം ഞാൻ നേരത്തെ പോലെ ചോദ്യം ചോദിച്ച് നിർത്തുകയേ ചെയ്തിട്ടുള്ളൂ. ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നവയാണ്. നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അതെല്ലാം ഞാൻ പറഞ്ഞതിൽ നിന്നാണ് തീർച്ചയായും. പക്ഷെ ഞാൻ ഉത്തരം പറഞ്ഞതല്ല. എന്റെ അല്ല. കാരണം ഇതിൽ ജാമ്യത്തിന്റെ കാര്യമേ ഇല്ല. കാരണം നിങ്ങളിൽ ആവിർഭവിച്ച് നിങ്ങളിൽ നിലനിൽക്കുന്ന ഉത്തരങ്ങൾക്ക് നിങ്ങൾ തന്നെ ഈ ജാമ്യം എടുക്കേണ്ടതുള്ളൂ. അതിന് ഞാൻ ജാമ്യം ഫയൽ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഉത്തരം കണ്ടെത്താൻ. ഞാൻ പറഞ്ഞ എല്ലാ ഐതിഹാസിക പ്രശ്നങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ടെന്നോ ഇവയൊന്നുമില്ലെന്നോ
ഇവയിൽ ചിലതുണ്ടെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി മെല്ലെ ഒന്ന് അപഗ്രഥിച്ചിട്ട് നോക്കുക. ആദ്യം ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കുക. എന്റെ 76, 80, 60, 65, 50, 40, 30, 20 കൊല്ലത്തെ ജീവിതത്തിൽ എന്റെ ജീവിത ചക്രവാളം അപരന് വെളിപ്പെടുന്നത് പോലെ കണ്ടാൽ അത് അനുകരണീയമായ ഒരു ദാർശനിക സവിശേഷതയുള്ള ജീവിതമാണ്. കൃഷിക്കാരനായ ഞാൻ, കച്ചവടക്കാരനായ ഞാൻ, അധ്യാപകനായ ഞാൻ, എഞ്ചിനീയറായ ഞാൻ, ഡോക്ടറായ ഞാൻ, സന്യാസിയായ ഞാൻ, ബ്രഹ്മചാരിയായ ഞാൻ, മാതാവായ ഞാൻ, പിതാവായ ഞാൻ, പുത്രനായ ഞാൻ, പുത്രിയായ ഞാൻ, എന്റെ ഈ ജീവിതം നോക്കിക്കാണുന്ന എന്റെ പുത്രൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ആചാര്യൻ എന്നു തുടങ്ങി ഞാനുമായി സഹവസിക്കുന്ന ഈ ലോകത്തിലെ മാനവർ. 2, ഞാൻ പുല്ലും വൈക്കോലും കൊടുക്കുന്ന പശുക്കൾ, കാളകൾ, ഞാൻ കടന്നു പോകുമ്പോൾ വീക്ഷിക്കുന്ന സസ്യങ്ങളും ജന്തുജാലങ്ങളും, എന്റെ പദവിന്യാസങ്ങളും എന്റെ പെരുമാറ്റ വിശേഷങ്ങളും എന്റെ വാക്കും എന്റെ മനസ്സും എന്റെ പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ച് എന്റെ അന്തരംഗത്തെ പ്രതിഷ്ഠിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ എത്ര പേരുടെ അകത്തളങ്ങളിൽ, അകപ്പൊരുളുകളിൽ അനുകരണീയമായൊരു യാഥാർത്ഥ്യത്തിന്റെ മുഖം പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന് തോന്നുമാറ് ഞാൻ ജീവിച്ചു എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ധാർമ്മിക രീതികൾ വളരെ എളുപ്പമാണെന്ന് ബോധ്യപ്പെടും. സത്യം വളരെ അടുത്താണെന്ന് ബോധ്യപ്പെടും. ധർമ്മം ഞാൻ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമാവും. എന്റെ ജീവിതത്തിന്റെ ചക്രവാളങ്ങൾ ചേതനയുടെ സമഷ്ടിപൂർവക വികാസത്തിലേക്ക് ഉയരും. എന്റെ കർമ്മരംഗങ്ങൾ അനിച്ഛയുടെ താളക്രമങ്ങളിലാണെന്നും അവയെ ഭരിക്കുന്നത് പ്രകൃതിയാണെന്നും ഞാനല്ലെന്നും എനിക്ക് ബോധ്യമാവും. എല്ലാത്തിനോടുമുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുകയും എന്റെ അവിശ്വാസവും ശങ്കയും അസ്തമിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ എന്നിലേക്ക് നോക്കി എന്നിലെ അച്ഛനെ, എന്നിലെ അമ്മയെ, എന്നിലെ മകനെ, എന്നിലെ ആചാര്യനെ, എന്നിലെ സന്യാസിയെ, എന്നിലെ ഗൃഹസ്ഥനെ, എല്ലാം എന്നിലുണ്ട്. എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനിയത്ത വിടരും സംസ്കാരങ്ങൾ. ഫ്രൈസറിലും കാറൽ മാർക്സിലും വ്യാസനിലും കൂടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന എന്നിലെ ഞാൻ ആ എന്നെ ഞാനൊന്ന് നോക്കിയിട്ട് എന്റെ കർമ്മങ്ങളുടെ അകപ്പൊരുളുകൾ ഏതേത് ജീവജാലങ്ങളിൽ ഞാൻ പങ്കുവച്ചുവോ അതിന്റെ സ്വപ്നങ്ങളിൽ, അതിന്റെ ജാഗ്രത്തിൽ, അതിന്റെ സുഷുപ്തിയിൽ അവയിൽ ഉത്ഭൂതമായ ഒരു ആനന്ദവും ഇതനുകരണീയമാണെന്ന ഒരു തോന്നലും എത്രത്തോളം ഉളവാക്കിയിട്ടുണ്ടെന്ന് ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ അതെങ്ങനെയാണ് സ്വാമിജി അവർ എന്നെ കാണുന്നതെന്ന് അറിയുക എന്നൊരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരാണെങ്കിൽ എന്റെ ഈ ചെയ്തിയെ
എങ്ങനെ നോക്കുമെന്ന് നോക്കി മനസ്സിലായില്ല. എന്റെ അമ്മായിയമ്മയോട് ഈ വാക്കുതിർക്കുമ്പോൾ കേൾക്കുന്നത് ഞാനും പറയുന്നത് അവരുമാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിക്കുക? പ്രിയത്തിൽ, ഇഷ്ടത്തിൽ, അനുകരണീയമായിട്ടുണ്ടെന്ന അർത്ഥത്തിൽ, അല്ല വിപരീതമായി. അധ്യാപകനായ ഞാൻ എന്റെ കുട്ടികളോട് ഇടപെടുമ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നു എങ്കിൽ ആ ചെയ്തിയെ എങ്ങനെയായിരിക്കും വീക്ഷിക്കുക? എന്നിലെ സന്യാസിയുടെ കർമ്മങ്ങൾ എന്നിലെ വിശ്വാസികളുടെ അന്തരംഗങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന്, എന്നിലെ അച്ഛന്റെ ഭാവങ്ങൾ എന്നിൽ തന്നെയുള്ള മകനിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന്, പ്രതിദ്വന്ദ്വങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ മുഴുവൻ വെച്ച് അപഗ്രഥിച്ചു നോക്കിയിട്ട് എന്നിലെ അച്ഛനെ, എന്നിലെ മകൻ തൃപ്തിപ്പെട്ടുവെങ്കിൽ, എന്നിലെ അമ്മയെ എന്നിലെ മകനും മകളും തൃപ്തിപ്പെട്ടുവെങ്കിൽ, എന്നിലെ ഭാര്യയെ എന്നിലെ ഭർത്താവിന് 100% ഇഷ്ടമായെങ്കിൽ, എന്നിലെ ഭർത്താവിനെ എന്നിലെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എന്റെ ജീവിതം മറ്റൊരാൾ ഇനിയും അനുകരിക്കുകയോ തുടരുകയോ ചെയ്താൽ ഞാൻ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും അയാൾ അനുഭവിക്കും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലാണ് എന്റെ ജീവിതമെങ്കിൽ, ആരെയെങ്കിലും എനിക്ക് ഉപദേശിക്കേണ്ടി വരുമോ? ആരെയെങ്കിലും മാറ്റിമറിക്കുവാൻ എനിക്ക് സമരം ചെയ്യേണ്ടി വരുമോ? നാടും നഗരവും നന്നാക്കുവാൻ എനിക്ക് കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടി വരുമോ? പ്രകൃതിയെ സംവേദനത്തിന്റെ സമുജ്വല ഭാഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് വിപ്ലവങ്ങൾ ആടേണ്ടി വരുമോ? സമഗ്രമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഫലചിന്തനത്തിൽ ഇതിന്റെ ഉത്തരം എത്രയായിരം കർമ്മങ്ങൾ, ജന്മജന്മാന്തരങ്ങൾ, ചുരുങ്ങിയ പക്ഷം ഈ ജന്മത്തിലെ കർമ്മങ്ങളെങ്കിലും കുറെയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഓർമ്മിക്കുന്ന ആ കർമ്മങ്ങൾ അവ മാത്രമെടുത്ത് അപഗ്രഥിച്ചിട്ട് അച്ഛനായി, മകനായി, അമ്മയായി, അമ്മൂമ്മയായി, അപ്പൂപ്പനായി, ഗുരുവായി, ശിഷ്യനായി, അനുകരണീയമായ മാതൃകയിൽ ഒരു കർമ്മമെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ, എന്നെ എന്ന് പറഞ്ഞാൽ സ്വയം ബോധ്യപ്പെടുത്താം. ഒന്ന് ചിന്തിച്ചു നോക്ക്. പറയണ്ട, ചിന്തിച്ചാൽ മതി. ചിന്തിക്കുമ്പോഴറിയാം ഈ യാത്രയുടെ വൈഷമ്യം എത്രയാണ്. ചിന്തിക്കാൻ തന്നെയായിരുന്നു. അതിനെന്തിനാ ഭാവന? താൻ ഏതോ അച്ഛനമ്മയ്ക്കും മകനായിരുന്നില്ലേ കുറെ കാലം?
ആയിരുന്നില്ലേ? താൻ ഇനി അച്ഛനായി പ്രവർത്തിക്കുന്നത് താൻ മകനായിരുന്നപ്പോൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് കൃത്യമായി അറിയില്ലേ? കൃത്യമായി അറിയില്ലേ? മകനായിരുന്നപ്പോൾ താൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതും ഒക്കെ അച്ഛനോടും അമ്മയോടുമാണെങ്കിൽ താൻ അച്ഛനായപ്പോൾ വാശി പിടിക്കുന്ന മുഴുവൻ മകനോടായാൽ എന്നും തന്റെ സൗഭാഗ്യം നോക്കുന്ന ഒരു സ്വാർത്ഥൻ മാത്രമല്ലേ താൻ? ഞാൻ ചൂണ്ടുന്നത് അങ്ങോട്ടാണെന്നുകൊണ്ട് നിങ്ങളോട് ചൂണ്ടിയില്ലാന്ന് കഴിയുന്നില്ല. 1000 വിരലുകളാ ചൂണ്ടുന്നത്. ഞാൻ മകളായിരുന്നപ്പോൾ വാശിയിൽ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചു. അത് കിട്ടാത്തടത്തൊക്കെ ഞാൻ സ്ത്രീ പീഡനവും വിഷമതകളും പറഞ്ഞു. ഞാൻ അമ്മയായപ്പോൾ അമ്മയുടെ നിലയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി ഞാൻ വാദിച്ചു. അമ്മ എങ്ങനെയായിരിക്കണമെന്ന് അന്ന് ഞാൻ പറഞ്ഞ നീതികൾ മുഴുവൻ ഞാൻ കാറ്റിൽ പറത്തി. ഇന്ന് ഞാൻ അമ്മയാണ്. അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ചുട്ടുകൊല്ലും ഞാൻ നിന്നെ, ഞാൻ പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ. കാലി ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. ഇത് ഞാനാ പറയുന്നത് എന്ന് വാക്കുകൾ എതിർക്കുമ്പോൾ അന്ന് എന്റെ അമ്മ സ്നേഹമസ്തുലമായി പറഞ്ഞപ്പോൾ പോലും അനുസരിക്കാത്ത ഒരുവളായി അമ്മയുടെ കാല് തല്ലി ഒളിക്കുവാൻ പോയ അവകാശങ്ങളുമായി നീങ്ങിയ ഞാൻ ഇന്ന് മകളായും അവകാശങ്ങൾക്ക് മരുമകളായി ഞാൻ വിലസുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തള്ളെ കല്യാണം കഴിച്ച് ജീവിച്ചോണം, മര്യാദയ്ക്കല്ലെങ്കിൽ എന്റെ കൂടെ വരണം. അവിടെയും എന്റെ അവകാശങ്ങൾ. ഏകപക്ഷീയമായ അവകാശങ്ങളുടെ മുഖങ്ങളുമായി നീങ്ങിയപ്പോൾ ഞാനും എന്റെ അവകാശങ്ങളും എത്രയായിരം ജീവിതങ്ങളെ വികലങ്ങളാക്കിയിട്ടുണ്ട്, എത്ര പ്രകൃതിയെ നശിപ്പിച്ചിട്ടുണ്ട്. നിയമങ്ങൾ പലപ്പോഴും എനിക്ക് കൂട്ടുനിന്നപ്പോൾ, മാധ്യമങ്ങൾ എന്നെ പുകഴ്ത്തിപ്പാടിയപ്പോൾ, സാഹിത്യം എനിക്ക് അനുകൂലമായി വരച്ചപ്പോൾ, ആധ്യാത്മിക മണ്ഡലത്തിൽ ചീറ്റലും ശീർഷാസനങ്ങളുമായി അവകാശങ്ങൾ ഉതിർത്ത് അവിടുത്തെ ആചാര്യവര്യന്മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ വിലസുമ്പോൾ, അവിടെയും ഞാൻ ഭരിച്ചു നീങ്ങിയപ്പോൾ, ജീവിതമാകെ ഭരിച്ചു നീങ്ങി ആധ്യാത്മികവും ഭൗതികവും ധാർമ്മികവും സനാതനവുമായ മൂല്യങ്ങളിലെല്ലാം എന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഞാൻ ഉയർന്നു നിന്ന കാലങ്ങളിൽ ഞാനെന്ന വ്യക്തിയുടെ പേരും പ്രശസ്തിയും പെരുമയും ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് വളരുമ്പോഴും ഞാൻ ചവിട്ടി അരച്ച 1000 ജീവിതങ്ങൾ, അവയിൽ നീർന്ന ശാപവചസ്സുകൾ, അവ പേറി അലയുന്ന എന്റെ അസ്വസ്ഥതയുടെ മുഹൂർത്തങ്ങളിൽ എന്റെ ജീവിതം അനുകരണീയമാവുമോ എന്ന് അഭിശപ്തമായ ഈ ജന്മം അടുത്ത തലമുറയെ എന്റെ തലങ്ങളിൽ ചിന്തിച്ചാൽ ആത്മഹത്യയുടെ രംഗവേദികളിലേക്ക് തള്ളിയിടുമോ എന്ന് ചരിത്രത്തോടും സമൂഹത്തോടും പ്രകൃതിയോടും വ്യക്തിയോടും മാനവന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവന്റെ ഏകാന്തതയിൽ ഒരിക്കലിതൊന്ന് ചിന്തിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പനി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാനവഗതീയതയെ പരിണമിപ്പിക്കാത്ത ഒരു ചിന്തയ്ക്കും മാനവഗതീയതയെ തിരിച്ചു നിർത്താത്ത ഒരാധ്യാത്മികതയ്ക്കും മാനവഗതീയതയെ ഇരുത്തി ശകാരിക്കാത്ത ഒരു ശാസ്ത്രത്തിനും മാനവനെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകാനാവില്ല. നോ, വളരെ പരിക്ഷീണമായ ഒരു രസമാണല്ലോ വരുന്നത്. കാരണം മാനവനവന്റെ നെട്ടോട്ടത്തിൽ എപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുവോ അപ്പോൾ ജിജ്ഞാസയുണ്ടാകും. മാനവനെപ്പോൾ അവന്റെ ഈ പോക്കിൽ പശ്ചാത്തപിക്കുന്നുവോ അപ്പോൾ ലോകം മാറുന്നു. അവൻ
പരിണമിക്കുന്നു. അവന്റെ കർമ്മബന്ധാവിനെ അവൻ എപ്പോൾ അപഗ്രഥിക്കുന്നുവോ അപ്പോൾ അവനിൽ സമൂലമായ മാറ്റം വരുന്നു. അത് വരുത്താത്ത ഒരു ദർശനത്തിനും, അത് വരുത്താത്ത ഒരു ചിന്തയ്ക്കും, ഒരാധ്യാത്മികതയ്ക്കും കച്ചവടത്തിനപ്പുറം നിലനിൽപ്പുണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിലല്ല തിരിഞ്ഞ്, സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ. കലിംഗ യുദ്ധത്തിന്റെ വൈജയന്തിക ദിഗന്ധങ്ങളിൽ പാറിപ്പറക്കുമ്പോൾ ചക്രവർത്തിയുടെ അന്ധക്കരണത്തിലെ കൊടിമരത്തിലെ കൊടി താഴ്ത്തിക്കെട്ടി കരിങ്കൊടിയും കെട്ടിയിരുന്നു. ഓരോ രാജ്യവും ഓരോ വ്യക്തിയും അവന്റെ വിജയ വൈജയന്തിക ഉയർത്തിക്കെട്ടുമ്പോൾ അവന്റെ അന്തരംഗത്തിലെ കൊടിക്കൂട താഴുന്നതും അതിലൊരു കരിങ്കൊടി കെട്ടുന്നതും മറന്നുപോകുന്ന നിമിഷങ്ങളിലാണ് മാനവൻ പൈശാചികമായ താണ്ഡവത്തിൽപ്പെടുന്നത്.